എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഫോർക്ക് വേഴ്സസ് ചോപ്സ്റ്റിക്ക്. അതായത് നമുക്ക് ഫോർക്ക് കൊണ്ട് ചോപ്സ്റ്റിക്കോ ചിലപ്പോൾ ഇതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ആഹാരമായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരാളില്ല നമുക്ക് ഫുഡ് ഷഫിൾ ചെയ്ത് തരാനോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഫുഡ് തരാനോ ഒന്നും മൂന്നാമതൊരാളില്ല. അതുകൊണ്ട് എന്ത് ഫുഡാ മേടിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ഫോർക്കും ചോപ്സ്റ്റിക്കും എന്ന് എഴുതിയത് നമ്മൾ ലോട്ടിട്ടെടുക്കും. അപ്പൊ ലോട്ടിട്ടെടുക്കുമ്പോൾ അറിയാലോ രണ്ട് ഐറ്റംസ് അല്ലേ ഉള്ളൂ. അപ്പം ആർക്കാണോ വരുന്നത് അവര് കഴിക്കണം. അതുപോലെ തന്നെ ഇത് വെച്ച് കഴിച്ചിട്ട് ഫുഡ് ഐറ്റം ഏറ്റവും പെട്ടെന്ന്, അതായത് ആദ്യം ആരാണോ കഴിച്ചു തീരുന്നത് അവരായിരിക്കും വിന്നർ. അപ്പൊ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാം ഇത് മനസ്സിലായെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഷവർമയാണ്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് വെച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ലോട്ടിടാൻ പോവാണേ. എടുത്തോ. എനിക്ക് ചോപ്സ്റ്റിക്കാണ് കാണാൻ പറ്റുന്നുണ്ടോ? സ്കെച്ച് ഒന്നും ഇവിടെ ഇല്ല, പിന്നെ ക്രയോൺ വെച്ച് എഴുതി അഡ്ജസ്റ്റ് ചെയ്തതാ. ഇത് ചോപ്സ്റ്റിക്ക് എനിക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് തുടങ്ങാം. തരിക ഐശ്വര്യമാണ്. അപ്പം കുഴപ്പമില്ല. അങ്ങനെ കഴിക്കാൻ പറ്റുമോ? അങ്ങനൊന്നുമല്ല, ചോപ്സ്റ്റിക്ക് ഒരു കഴിച്ച കഴിക്കാം. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അയ്യോ, മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഞാൻ കഴിഞ്ഞു. അപ്പൊ ഗെയ്സ്, നമ്മുടെ ആദ്യത്തെ ഇത് തീർന്നു. അതിൽ ഞാൻ ജയിച്ചു. ഇനിയിപ്പോ അടുത്ത് നമ്മൾ ലോട്ടിടാൻ പോവാണ്. അപ്പൊ ഇതില് പഴമാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം. എനിക്കിതിന്റെ ഇഷ്ടമല്ല. എനിക്ക് വീണ്ടും ചോപ്സ്റ്റിക്കാ. ഗയ്സ്, വീണ്ടും എനിക്ക് ഇത് തന്നെ ഇട്ടിരിക്കുന്നു. എനിക്ക് നമ്മൾ രണ്ടുപേരും മാത്രം. റെഡി? 1 2 3 സ്റ്റാർട്ട്. അല്ലാതെ തൊലിയോടെ തിന്നുമോ? കഴിഞ്ഞ പശു ഈ പഴം നല്ല പഴമാണോന്ന് പോലും നോക്കാനുള്ള സമയം കേട്ടോ. കഴിഞ്ഞ മിണ്ടാതിരിക്കാ. ഞാൻ തോറ്റ ഗൈസ്. ശകലം ബാക്കി ഉണ്ടായത്. ആ ശകലം ബാക്കി വന്ന എന്താണെന്നറിയാമോ? ഇവിടെ ഇങ്ങനെ ഇച്ചിരി കേടാ. സാധാരണ ഇവിടെ അങ്ങനെ ഇപ്പഴത്തിന്റെ എപ്പോഴെങ്കിലും ഒരു ശക്കല കേട് വന്നാ മാളു നിനക്കിത് വേണോ, നീ ഇത് തിന്നോളും എന്ന് പറയും. ഏത് ആഹാരം കൊടുത്താലും അതിന്റെ അവിടെ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു പന്നലായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ എനിക്ക്. അപ്പൊ നമ്മുടെ അടുത്ത ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്തത് പൊറോട്ടയാണ്. അപ്പം ഇനി നമുക്ക് ലോട്ടിടാം. ആർക്കാണ് ചോപ്സ്റ്റിക്ക്, ആർക്കാണ് ഫോർക്ക് കിട്ടുന്നത്? എടുത്തോ. എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല. പക്ഷെ കിട്ടിയിട്ട് കാര്യമില്ല. ഒറ്റ കൈ കൊണ്ട് കഴിക്കണ്ടേ, സന്തോഷിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാം. പിന്നെ ഈ പറയുകയും ചെയ്യും, ചേട്ടയെ തന്നെ ഫസ്റ്റ് കഴിക്കുകയും ചെയ്യും. ഇല്ല, പിന്നെ കഴിക്കുമ്പോ സൂക്ഷിച്ച് കഴിക്കട്ടെ, മനസ്സിലൊക്കെ. പിന്നെ കേട്ടോ കേട്ടോ, സൂക്ഷിച്ച് കഴിക്കും. കൈ അങ്ങ് പ്ലേറ്റ് പിടിക്കാതെ കൊണ്ടങ്ങ് പോവുക.
നീ തീരാറായോ? ഞാൻ പറയുന്നു നീ കിട്ടുന്നില്ലടി. കേടുവാ. മറ്റൊക്കെ എങ്ങനെ വെച്ച് പിടിച്ചു നോക്കട്ടെ, എപ്പോ കിട്ടും. അടി കിട്ടും. പെട്ട് ഗൈസ്. കഴിഞ്ഞാ? എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. താങ്ക് യു. ഗൈസ്, അപ്പം ഒരെണ്ണം ഞാൻ ജയിച്ചു, 2 എണ്ണം ഇവള് ജയിച്ചു. അപ്പൊ ഇവള് ഒന്നിന് മുന്നേ നിൽക്കുകയാണ്. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് കോഴിക്കട്ടയാണ്. ഇത് പിന്നെ ഈസിയാണ്. ഇത് വെച്ച് കുത്തി നമുക്ക് എടുത്ത് പെട്ടെന്ന് കഴിക്കാം. ഈസി എന്ന് പറഞ്ഞ കാര്യം, ആരാണോ ഫസ്റ്റ് കഴിച്ചിരുന്നത് അവരായിരിക്കും വിന്നർ. പിന്നെ വിന്നറിന് പ്രത്യേകിച്ച് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അടുത്തിലോട്ട് ഇട്ടോ ചേട്ടാ കേട്ടോ. ചേട്ടാ എടുത്തോ. വീണ്ടും ചതിച്ചു. 1 2 3 ഇത് കോർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇങ്ങനെ? അങ്ങനെ നോക്കാം. ഞാനങ്ങനല്ല. കൊടും ഫിഗറാണ്. വലിയ കോഴിക്കട്ട തോന്നായി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആസ്വദിച്ച് കഴിയണ കാണാം. ചോദിച്ചാ വിളിക്കട്ടെ. ഞാൻ ഈ ചാലഞ്ച് ഇവള് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.